ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാം. ഇന്നലെ ചാലക്കുടിയിലെ ഒരു സംഭവം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇടാനായിട്ട് ഞാൻ നിർബന്ധിതനായത്. എന്താണ് പറയാൻ കാരണം, ഇന്നലെ ചാലക്കുടിയില് കലാപം മണിയുടെ പേട്ടയെ ബന്ധപ്പെട്ടിട്ട് ഒരു ഡോക്ടർ വാഹനം വന്ന് വിളിക്കുന്നു. ആ ചങ്ങാതിക്ക് 30 രൂപയുടെ വഴിയാണ് ആകെ പോകാനുള്ളത്. ആ ചങ്ങാതിക്ക് 1 കിലോമീറ്റർ ആണ് ആകെ പോകാൻ, ഒരു മിനിമം ചാർജാണ് പോകാൻ യാത്ര ചെയ്യേണ്ടതുള്ളത്. വണ്ടിയിൽ അദ്ദേഹം കയറുന്നു. വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടിയിലെ ഡ്രൈവറോട് പറയുന്നു മീറ്റർ ഇട്ട് ഓടിക്കാൻ പറയുന്നത്. മീറ്റർ ഇട്ട് ഓടിക്കാൻ പറയുമ്പോൾ ആള് പറയുന്നു മീറ്റർ ഇട്ട് ഓടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. മീറ്റർ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെ റിട്ടേൺ വാടക കിട്ടില്ല. ആ ഒരു ന്യായമാണ് പറയണത്. തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹം വളരെ വണ്ടി അങ്ങനെ പോയതിനു ശേഷം മീറ്റിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഈ ചങ്ങാതി എന്ന് പറഞ്ഞാൽ തിരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതെ ഈ പേട്ടയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. എന്തായാലും ആ നടപടി ശരിയായ നടപടിയല്ല. അയാൾ മീറ്റിട്ട് ഓടാൻ പറയുമ്പോൾ മീറ്റിട്ട് ഓടാൻ കഴിയില്ലെങ്കിൽ ഓടണ്ട. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള ബാധ്യത എന്തായാലും ആ ഓട്ടോറിക്ഷ തൊഴിലാളിക്കുണ്ട്. ഇലക്ട്രിക് ഓട്ടോയായിരുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ ഉള്ളിൽ കയറി അദ്ദേഹത്തോട് വളരെ മോശമായിട്ട് അവിടുത്തെ തൊഴിലാളികളെല്ലാം തന്നെ സംസാരിച്ചു എന്ന് പറഞ്ഞ ആള് തന്നെ വീഡിയോ ഇട്ടു. അതും ശരിയായിട്ടുള്ള നടപടിയല്ല. ഒരു ഉപഭോക്താവിനോടും വളരെയേറെ മാന്യവും മര്യാദയുമായി തന്നെയാണ് സംസാരിക്കേണ്ടത്. അത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 100% തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, ചില വസ്തുതകൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ധരിപ്പിക്കാം. ഉടനെ തന്നെ അയാൾ വീഡിയോ എടുത്തിട്ട് ആ ചങ്ങാതി ഡോക്ടറാണെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിലും ബാക്കിയുള്ള ഇതിലൊക്കെ പോയി FIR ഇട്ടു എന്ന് പറയുന്നത്. പോലീസുകാർ FIR ഇട്ടു, കുഴപ്പമില്ല, ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. അയാൾക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ചില വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഡോക്ടർ എന്ന് പറയുന്ന ചങ്ങാതി മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ കയറിയെന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങളിലോ ഈ മുനിസിപ്പൽ ഏരിയയിലോ മീറ്ററിട്ട് വണ്ടി ഓടിച്ചാൽ തന്നെ അതിന്റെ ഇരട്ടി ചാർജ്, മീറ്ററിൽ കാണുന്ന ചാർജേക്കാൾ കൂടുതൽ 50% ഇരട്ടി ചാർജ് കൊടുക്കണം എന്നുള്ള ഒരു നിയമമാണ് അത് ശരിക്കും യഥാർത്ഥത്തിൽ. മോട്ടോർ വാഹന വെഹിക്കിൾ ആക്ട് ആണ്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മീറ്ററിട്ട് ഓടിയാൽ തന്നെ 50% പൈസ ഇരട്ടി കൊടുക്കണം എന്നുള്ള രീതിയിൽ നിയമമുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം കലഹം ഉണ്ടാക്കാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ആ വണ്ടി വിളിച്ചത്? ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. മനഃപൂർവ്വം കലഹം ഉണ്ടാക്കാൻ, മനഃപൂർവ്വം ഓട്ടോറിക്ഷക്കാരെ നെഞ്ചത്ത് കരിവാരി തേക്കുന്ന രീതിയിൽ ഒരു പ്രകോപനപരമായിട്ടുള്ള നടപടിയാണ് യഥാർത്ഥത്തിൽ ഈ ചങ്ങാതി ഉണ്ടാക്കിയെന്നുള്ളതിന് ഒരു തർക്കമില്ല. നമുക്ക് ആലോചിച്ച് ചിന്തിക്കാവുന്ന കാര്യമാണ്. അല്ല, ഒരു മിനിമം വാടക പോകുന്നതിന് ഒരു മീറ്ററിട്ട് ഓടണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്ത് തന്നെയാലും ഞാൻ ആ കാര്യത്തിലേക്ക് 100% ഓട്ടോറിക്ഷക്കാരുടെ പേരിൽ തെറ്റുകളും കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എങ്കിൽ തന്നെയും ചില വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീഡിയോ നിങ്ങൾ പരമാവധി മുഴുവൻ പേര് കാണണം. ഞാൻ ശിവദാസ് നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. ഞാൻ ഇതിൽ ചില വസ്തുതകൾ, നിയമപരമായിട്ട് ചില വസ്തുതകൾ പറയും. ഇതിനു മുൻപ് ഞാൻ ഇതേപോലെ തന്നെ വീഡിയോ ഇട്ടിരുന്നു. ഞാനൊരു ട്രേഡ് യൂണിയൻ നേതൃത്വത്തിന്റെ ചാലക്കുടി ഏരിയ സെക്രട്ടറിയാണ്. അതിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. വളരെ വർഷങ്ങളോളം ഈ മോട്ടോർ വാഹന മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം ഇതിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളും, തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും, യാത്രക്കാർ ചില ദുരനുഭവങ്ങളും ചില തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതിനൊന്നും തന്നെ ഒരു തർക്കമില്ല. ഞാൻ പറയാം, കേരളത്തിൽ 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ തൊഴിലാളികളുണ്ട്. മിനിമം ചാർജ്, ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ മിനിമം ചാർജ് 30 രൂപയാണ്. മിനിമം ചാർജ് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് 1.5 കിലോമീറ്റർ ഓടാം. 1.5 കിലോമീറ്റർ മിനിമം ചാർജ് ഓടാം. പക്ഷെ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ 1.5 കിലോമീറ്റർ ഓടുമ്പോൾ 3 കിലോമീറ്റർ വരും. തിരിച്ചു വരണമല്ലോ. തിരിച്ചു വരുമ്പോൾ 3 കിലോമീറ്റർ വരും. അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരും കിലോമീറ്റർ 30 രൂപ വെച്ച് വാങ്ങിക്കും. കൂടുതൽ 1.5 കിലോമീറ്റർ ഓടിയാൽ 45 രൂപ വാങ്ങിക്കും. ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ പോലീസിനും ഇവിടുത്തെ മോട്ടോർ വാഹന വെഹിക്കിളിനും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇനി കോർപ്പറേഷൻ ഏരിയ ആയി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കൊച്ചി, അതേപോലെ തൃശ്ശൂർ കോർപ്പറേഷനിൽ മീറ്റർ ചാർജ് എത്രയാണ് കാണിക്കുന്നത് അത്രയും കൊടുത്താൽ മതി. കൂടാതെ പ്രധാനപ്പെട്ട ചില ജില്ലകളുണ്ട്. കണ്ണൂർ ജില്ല, പാലക്കാട് ജില്ല, കോട്ടയം ജില്ല മീറ്ററിൽ കാണിക്കുന്ന പൈസ കൊടുക്കണം. അതിന്റെ ഡെൻസിറ്റി ഉള്ള ഏരിയ ആണത്. ജനസാന്ദ്രത വളരെ കൂടുതലുള്ള ഏരിയ ആണ്. അവിടെ മീറ്ററിൽ കാണുന്ന കാശ് ഓടിയാലും അവർക്ക് റിട്ടേൺ അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ വാടക കിട്ടും.
അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടത്, ഈ ഗ്രാമപ്രദേശത്തിലും അതേപോലെ തന്നെ ഈ മുനിസിപ്പൽ ഏരിയയിലൊക്കെ തന്നെ ഓടുന്ന ഓട്ടോറിക്ഷക്കാർ എങ്ങനെ ഓടും? ഒരിക്കലും ഓടാൻ കഴിയില്ല. മീറ്റർ ചാർജിന് ഇട്ട് ഓടിക്കാനായിട്ട് കഴിയില്ല. ഗ്രാമപ്രദേശങ്ങളിൽ മിനിമം ചാർജ് 30 രൂപയാണ്. 30 രൂപ കഴിച്ചിട്ട് എന്താണ് ഗവൺമെന്റ് നിശ്ചയിച്ചേക്കണ കാശ്? ശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 50% കൂടുതൽ തുക കൊടുക്കണം. ഇത് ആർക്കറിയാൻ പാടില്ലാത്ത? തിരികെ വരികയാണെങ്കിൽ മീറ്റർ കാണുന്ന തുക തന്നെ കൊടുത്താൽ മതി. കിലോമീറ്റർ 30 മിനിമം ചാർജ് കഴിഞ്ഞിട്ട് എത്രയാണോ കിലോമീറ്ററിൽ തുക എത്രയാണ് കാണിക്കുന്നത് ആ കാശ് കൊടുത്താൽ മതി. രാത്രി 10 മണിക്ക് ശേഷമാണെങ്കിൽ എന്താണ് രാത്രി 10 മണി തുടങ്ങി 5 മണി വരെ 50% കാശ് കൂടുതൽ കൊടുക്കണം. ഞങ്ങൾ ഈ സാധാരണ ഓട്ടോറിക്ഷക്കാരൊന്നും തന്നെ അത് വാങ്ങൽ കുറവാണ്. 50%. 100 ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ 150 രൂപ കൊടുക്കണം. 200 ഓട്ടോ ആണെങ്കിലും 300 കൊടുക്കണം. ആരെവിടെ ഓടണത്? അതുപോലെ വെയിറ്റിംഗ് ചാർജ് എന്താ സംഭവം എന്നറിയാമോ? 15 മിനിറ്റ് വണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ 15 മിനിറ്റിനും 10 രൂപ വെച്ച് കൊടുക്കണം. ഇതാണ് ഇതിന്റെ പൊതുചിത്രം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെയുള്ള മുഴുവൻ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിച്ചു. ഓട്ടോ ചാർജ് മാത്രം വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാരിന് കണ്ണു തുറന്നില്ല. ഏത് സർക്കാരായിക്കോട്ടെ. ഇനി ട്രേഡ് യൂണിയൻ ഞാനൊരു ട്രേഡ് യൂണിയൻ നയിക്കുന്ന ഒരാളാണ്. ട്രേഡ് യൂണിയൻ നയിക്കുന്നവരുടെ സ്ഥാപിത താല്പര്യമാണിത്. അവരാണ് യഥാർത്ഥത്തിൽ ഈ തൊഴിലാളികളെ പെരുവഴിയിൽ തല്ലിമൊച്ചപ്പാടും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് തള്ളിവിടുന്നത്. എന്താണ് കാരണം എന്നറിയാമോ? ഈ ഇത്രയും വലിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്ത്, അതായത് എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വളർച്ച പ്രാപിച്ച ഈ സംസ്ഥാനത്ത് ഒരു ഓട്ടോറിക്ഷയുടെ മീറ്റർ പൊളിച്ചുകൊണ്ട് മീറ്റർ പൊളിച്ച് അതിൽ കറക്റ്റായിട്ട് ഫെയർ സ്റ്റേജ് നിശ്ചയിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൊന്ന് ആലോചിക്കുക. എന്താ ഫെയർ സ്റ്റേജ് നിശ്ചയിച്ചാല് ഗ്രാമപ്രദേശത്ത് ഒരു ചാർജ്? ഇത് പറഞ്ഞാൽ പോരാ, സർക്കാർ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന്റെ സിസ്റ്റത്തിൽ മീറ്ററിൽ കാണിക്കണം. മീറ്ററിൽ കൃത്യമായിട്ട് ചാർജ് കാണിച്ചാൽ ഈ വിഷയങ്ങൾ ഉണ്ടാവുമോ? മീറ്ററിൽ 50% കാശ് കൂടുതൽ വാങ്ങിച്ചോളാന്ന് പറയണത് നിയമം പറഞ്ഞിട്ട് ഇവിടുത്തെ സാധാരണ ഉപഭോക്താക്കൾ അറിയോ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി ചില ചാനലുകൾ റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഇവരുടെ നെഞ്ചത്ത് കയറുന്ന രീതിയിലുള്ള സമീപനമാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് നാണാവില്ല എന്ന് ചോദിക്കണേ ഓട്ടോറിക്ഷക്കാരുടെ നെഞ്ചത്ത് കയറാനായിട്ട്? ഓട്ടോറിക്ഷക്കാർ എല്ലാ മേഖലയിലും ഉണ്ട് പ്രശ്നങ്ങൾ. തൊഴിലാളികളൊക്കെ തന്നെ വളരെ മോശമായിട്ട് വരുന്ന തൊഴിലാളികളുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഞാൻ പറയണേ, ഇതിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും വളർച്ച പ്രാപിച്ചിട്ടും ഈ ഓട്ടോറിക്ഷയായിട്ട് ബന്ധപ്പെടുന്ന അതിന്റെ മീറ്ററിന്റെ സോഫ്റ്റ്വെയർ മാറ്റിക്കൂടെ എന്ന് ചോദിക്കുന്നത്. 50% നിങ്ങൾ കാശ് കൂടുതൽ വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഒന്നും ഉണ്ടാവില്ല. ഇതിന് കശപശ ഉണ്ടാക്കാനും പെരുവഴിയിൽ കിടന്ന് വഴക്കും വെക്കാനുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ സർക്കാരും അതേപോലെ തന്നെ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഇവിടുത്തെ പോലീസുമാണ് അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത്. സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഈ 2 രീതിയിലുള്ള ഫെയർ സ്റ്റേജ് നിശ്ചയിക്കണം. കോർപ്പറേഷൻ ഏരിയയിൽ പ്രധാനപ്പെട്ട പട്ടണ പ്രദേശങ്ങളിൽ ഒരു ചാർജ് ആയിക്കോട്ടെ, കുഴപ്പമുള്ള കാര്യമല്ല. ഗ്രാമപ്രദേശങ്ങളിലും അതേപോലെ മുനിസിപ്പൽ ഏരിയയിലും ഡെൻസിറ്റി കുറഞ്ഞുള്ള ജനസാന്ദ്രത കുറഞ്ഞുള്ള പ്രദേശങ്ങളിലേക്ക് എന്താണ് രണ്ടാമത്തെ ഫെയർ സ്റ്റേജ് നിശ്ചയിക്കണം. ഇത് ആർക്കറിയാൻ പാടില്ലാത്തത്? ഇത് വീണ്ടും നീട്ടി കൊണ്ടുപോയി തൊഴിലാളികളും ഇതിന്റെ ഉപഭോക്താക്കളും തമ്മിൽ ഒച്ചപ്പാടും മേളണ്ടാക്കി ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം തന്നെ വളരെ മോശക്കാരെന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സമീപനം പാടില്ല. നിങ്ങൊന്ന് ആലോചിക്കേ, ജീവിക്കാൻ വേണ്ടി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്വയം തൊഴിൽ സംരംഭം എന്ന രീതിയിൽ തൊഴിലുകൾ കണ്ടെത്തിക്കൊണ്ടാണ് അവർ ഉപജീവന മാർഗം കഴിച്ചുകൂട്ടി പോരുന്നത്. അല്ലാതെ വെറുതെ ചെയ്യുന്നല്ല. സ്റ്റേറ്റിലാണ് സർക്കാർ, സ്റ്റേറ്റിന് നമുക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള മാർഗം നിങ്ങൾ കൊടുക്കണ്ടേ? അവരുടെ കെട്ടുതാലി പണയം വെച്ചുകൊണ്ട് ഭാര്യയുടെ വളയും അതേപോലെ മറ്റു ആഭരണങ്ങളും പണയം വെച്ചൊക്കെയാണ് ഓട്ടോറിക്ഷ എടുത്ത് ഉപജീവനത്തിന് വേണ്ടി ഓടുന്നത്. ഇത് വെറുതെ ഉണ്ടാവുന്നല്ല. രാമന്തിയോളം പണിയെടുത്തു കഴിഞ്ഞാൽ 500 രൂപ പോലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ നിലവിൽ നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇവിടുത്തെ പൊതുസമൂഹത്തിനോട് പറയട്ടെ, നിങ്ങൾ എന്ത് സാധനങ്ങളും കടയിൽ പോയി സാധനങ്ങൾ മേടിക്കട്ടെ, അല്ലെങ്കിൽ ഇറച്ചിക്കടയിൽ പോകട്ടെ, ബസ്സിൽ കയറട്ടെ, ഏതെങ്കിലും ഒരു തുണിക്കടയിൽ കയറട്ടെ, അല്ലെങ്കിൽ ഒരു പലചരക്കടയായിക്കട്ടെ, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകട്ടെ, ഏതെങ്കിലും വഴിയോര കച്ചവടക്കാരുടെ അടുത്ത് പോയാൽ പോലും നിങ്ങൾ ഈ വില പേശൽ നടത്തുമോ? നിങ്ങൾ വില പേശൽ നടത്തില്ല. ഇനി ഹോസ്പിറ്റലിൽ പോയാല് മെഡിക്കൽ ഷോപ്പുകളിൽ പോയാല് നിങ്ങൾ എന്തെങ്കിലും വില പേശൽ നടത്തും? നാണമുണ്ടോ നിങ്ങൾക്ക്? ഈ ചെറിയ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വില പേശൽ നടത്താനായിട്ട്? മാന്യവും മര്യാദയായിട്ട് ഒരു പരിധിവരെ ഭൂരിഭാഗം പേരും ഓട്ടോറിക്ഷ ഓടിക്കുന്നത് എനിക്കറിയാം. ബിരുദവും ബിരുദാനന്തര ബിരുദവും സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരൊക്കെ തന്നെ ഓട്ടോറിക്ഷ മേഖലയിലുണ്ട്. പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ഒരു പ്രാകൃതമായിട്ടുള്ള രീതിയിലുള്ള പണികളാണ് ഇത്തരത്തിൽ. പണീനെ കുറച്ച് കാണുന്നില്ല. ഒരു പെണ്ണ് പോലും കിട്ടാത്ത അവസ്ഥയാണ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവര് എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടി, അവിടെ കുടുംബം പോറ്റാൻ വേണ്ടി എടുക്കുന്ന പണിയുടെ അവരുടെ നെഞ്ചത്ത് കയറുന്ന ഈ ചാനലുകാരോടും പറയാണ്. വാർത്താ ചാനലുകളൊക്കെ തന്നെ അവർക്ക് റീച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള തോന്നിവാസം പറയരുത്. നിങ്ങൾ കൃത്യമായിട്ട് നിയമം പറയണം.
ആ നിയമം പറഞ്ഞിട്ട് വേണം നിങ്ങൾ അവരുടെ കൂടെ നിൽക്കാനായിട്ട്. ഓട്ടോറിക്ഷക്കാരെന്തെങ്കിലും അമാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടപടിയെടുക്ക്. അതിൽ സംശയമില്ലാത്ത കാര്യങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എടുക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിക്ക്. ഇനി ഈ പറയുന്ന വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കറപ്ഷനല്ലേ ഭൂരിഭാഗം വരും, അഴിമതിയുടെ കൂത്തരങ്ങായി മാറല്ലേ. എന്നിട്ട് അവരാണ് പരമയോഗ്യരെന്ന് പറയുന്നത്. ഞാൻ അവരെ കുറ്റം പറയണല്ല, രേഖകൾ വെച്ചുകൊണ്ട് തന്നെ കളിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഓട്ടോറിക്ഷക്കാരനും നെഞ്ചത്ത് കയറുന്ന ഒരു സമീപനം നിങ്ങൾ അവസാനിപ്പിക്കുക. അത് ഇവിടുത്തെ പോലീസ് വിഭാഗത്തിനോട് പറയുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന മോട്ടോർ വാഹന മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോടും പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ന്യായമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടപെട്ടോ. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താണ്, ഇവിടെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോട്ടോർ വാഹന മേഖലയാണ്. ഒരു സംശയമില്ലാത്ത. പിന്നെ രജിസ്ട്രേഷൻ മേഖലയാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഫീൽഡാണത്. അപ്പൊ അതുകൊണ്ട് അഴിമതിക്കെതിരായിട്ട് ഞങ്ങള് രാഷ്ട്രീയക്കാരെന്ന രീതിയിലും അല്ലെങ്കിൽ പൊതുപ്രവർത്തന രീതിയിലും പൗരാവകാശ പ്രവർത്തകരെന്ന രീതിയിലും അഴിമതിക്കെതിരായിട്ട് ശബ്ദം ഉയർത്താൻ അറിയാണ്ടല്ല. നല്ല രാഷ്ട്രീയക്കാരില്ലാത്തതുകൊണ്ടാണ് ഈ തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രീയക്കാര് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് കൈക്കൂലി വാങ്ങുകയും മറ്റു പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടുമാണ് പോകുന്നത്. അപ്പൊ ഞാൻ എല്ലാവരും പാടെ ആക്ഷേപിക്കുന്ന കാര്യമല്ല. നല്ല ഉദ്യോഗസ്ഥന്മാരും ബാക്കിയുള്ള പോലീസുകാരും നല്ല ആർട്ടിഒമാരും ഒക്കെ തന്നെ ഉണ്ട്. നിങ്ങൾ പരിപൂർണ്ണ സഹകരണം നിങ്ങളുടെ ഈ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. തൊഴിലാളികളെ എന്ത് തോന്നിവാസം പറഞ്ഞും അവരെ എങ്ങനെയെങ്കിലും രീതിയിൽ അടിച്ചമർത്തുന്ന സമയമുണ്ട്. അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്നെയും തെറി വിളിക്കാൻ വേണം സാധ്യതയുണ്ട്. എനിക്ക് നിങ്ങളെ തെറി വിളിച്ചാൽ യാതൊരു പ്രശ്നമല്ല. വസ്തുതകൾ നിങ്ങൾ പഠിക്കണം. വസ്തുതകൾ പഠിക്കാതെ നിങ്ങൾ ഓട്ടോറിക്ഷക്കാരനെ നെഞ്ചത്ത് കയറരുത്. ഏത് വിഭാഗത്തിലും മോശപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മോശപ്പെട്ട ഓട്ടോറിക്ഷ മോട്ടോർ വാഹന തൊഴിലാളികളും ഉണ്ട്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിന് പാടെ ആക്ഷേപിക്കുന്ന സമയം ഉണ്ടാവരുന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ശിവദാസ് നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.